2025 USS പരീക്ഷാ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. എക്സാം എന്ന് പറയുന്നത് 27/2/2025 ഫെബ്രുവരി 27-നാണ് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. 27 ഫെബ്രുവരി 2025 വ്യാഴാഴ്ചയാണ്. ഫസ്റ്റ് പേപ്പർ രാവിലെ 10:15 മുതൽ 12 മണി വരെയും സെക്കൻഡ് പേപ്പർ ഉച്ചയ്ക്ക് 1:15 മുതൽ 3 മണി വരെയുമാണ് എക്സാം. പിന്നെ പരീക്ഷ എഴുതുന്നതിനുള്ള യോഗ്യത, അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ, ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഈ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പരീക്ഷയുടെ സിലബസ്. USS പരീക്ഷയ്ക്ക് 2024-25 അധ്യയന വർഷത്തെ 7ാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. USS പരീക്ഷയ്ക്ക് 2 പേപ്പറുകൾ ഉണ്ടായിരിക്കും. പേപ്പർ 1 അതിൽ 1ാം ഭാഷയും ഗണിതമായിരിക്കും. ഇതിൽ 3 പാർട്ടുകളുണ്ട്. പാർട്ട് എ 1ാം ഭാഷ, അതായത് മലയാളം AT അല്ലെങ്കിൽ കന്നഡ, തമിഴ്, അറബി, ഉറുദു, സംസ്കൃതം ഇതിലേതെങ്കിലും ഒന്ന്, അതായത് നമുക്ക് മലയാളം AT. ഇനി പാർട്ട് ബി എന്ന് പറയുന്നത് 1ാം ഭാഷ ഭാഗം 2 മലയാളം BT ആണ്. അടുത്ത പാർട്ട് സി എന്ന് പറയുന്നത് ഗണിതം. ഇത് ഇത്രയും ഒന്നാമത്തെ പേപ്പർ 1ആണ്, ഒന്നാമത്തെ പേപ്പർ. ഇനി പേപ്പർ 2 ഇംഗ്ലീഷ്, പിന്നെ ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം. അതിൽ പാർട്ട് എ ഇംഗ്ലീഷ്, പാർട്ട് ബി അടിസ്ഥാന ശാസ്ത്രം, പാർട്ട് സി എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രം. 1ാം പേപ്പറിൽ 50 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നമ്മുടെ മലയാളം AT ഉണ്ടല്ലോ, അതിൽ 15 ചോദ്യങ്ങൾ. പാർട്ട് ബിയിൽ BT ഉണ്ട്, അതിലും 15 ചോദ്യങ്ങൾ. ഇതിൽ ആദ്യത്തെ പാർട്ട് എയിൽ നമ്മൾ മൊത്തം 15 ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. പാർട്ട് ബിയിൽ BT ആണ്, മലയാളം BT ആണ്. അതിലാകെ 15 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ ശരിയായ ഉത്തരം എഴുതിയ 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് പരിഗണിക്കുന്നത്. പാർട്ട് സിയിൽ ഗണിതം, അതിൽ മൊത്തം 20 ചോദ്യങ്ങളുണ്ട്. അതിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. അങ്ങനെ 2ാം പേപ്പറിൽ 55 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് എത്രയാണ്? 20, 10, 30, 15. അപ്പോൾ മൊത്തം 45 ചോദ്യങ്ങൾ. 45. ഇനി അടുത്ത 2ാം പേപ്പറിൽ 55 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിലാകെ 15 ചോദ്യങ്ങൾ, എല്ലാത്തിനും ഉത്തരം എഴുതണം. പാർട്ട് ബി അടിസ്ഥാന ശാസ്ത്രം, അതായത് സയൻസ്, അതിലാകെ 20 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഉത്തരം ശരിയായിട്ട് എഴുതിയ 15 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമേ പരിഗണിക്കുള്ളൂ. അതിൽ 20 എഴുതണ്ട, 15 എഴുതിയാൽ മതി. അറിയാവുന്നുള്ള ഏതെങ്കിലും 15. ഇനി പാർട്ട് സി സാമൂഹ്യ ശാസ്ത്രത്തിൽ മൊത്തം 20 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ ശരിയായിട്ട് ഉത്തരം എഴുതിയ 15 ചോദ്യങ്ങളാണ് പരിഗണിക്കുന്നത്. അങ്ങനെ മൊത്തം 15, 15, 15, 45 മാർക്ക്. ഒരു പേപ്പറിന് 90 മിനിറ്റ് ആയിരിക്കും സമയം. ഒരു പേപ്പറിന്, പേപ്പർ 1ന് 90 മിനിറ്റ് ആയിരിക്കും. പിന്നെ ഓരോ പേപ്പറിൻ്റെയും ചോദ്യങ്ങളുടെ എണ്ണം: പാർട്ട് എ 1ാം ഭാഷ ഭാഗം 1 15 മാർക്ക്, പാർട്ട് ബി 2 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് മൊത്തം 10 മാർക്ക്, പാർട്ട് സി ഗണിതം 20 മാർക്ക്, പരമാവധി സ്കോർ 45, മൊത്തം 45 സ്കോറിനാണ്. 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 45 മാർക്കായിരിക്കും. അടുത്തത് പേപ്പർ 2 പാർട്ട് എ ഇംഗ്ലീഷ്, പാർട്ട് ബി അടിസ്ഥാന ശാസ്ത്രം. അത് ഇംഗ്ലീഷ് 15 മാർക്ക്, അടിസ്ഥാന ശാസ്ത്രം മൊത്തം 20 മാർക്ക്, അതിൽ 15 എഴുതണം. പാർട്ട് സി സാമൂഹ്യ ശാസ്ത്രം മൊത്തം 20 മാർക്ക്, അതിൽ 15 എഴുതണം. അങ്ങനെ മൊത്തം 55 ഉണ്ടായിരിക്കും. അതിൽ എത്രയാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്? 45, പരമാവധി 45 മാർക്കാണ് കിട്ടുന്നത്. പരീക്ഷ പേപ്പർ 1 രാവിലെ 10:15 മുതൽ 12 മണി വരെയും, പേപ്പർ 2 ഉച്ചയ്ക്ക് ശേഷം 1:15 മുതൽ 3 മണി വരെ ആയിരിക്കും. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഒരു ചോദ്യത്തിന് 1 മാർക്കാണ് കിട്ടുന്നത്. മൊത്തം 90 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ മൊത്തം 90 മാർക്കായിരിക്കും മൊത്തത്തിൽ മാർക്കെന്ന് പറയുന്നത്. 1ാം പേപ്പറിൻ്റെ പാർട്ട് എയിലെ ഓരോ വിഷയത്തിനും ചോദ്യങ്ങൾ 1 മുതൽ 15 വരെ. പാർട്ട് എയിൽ 1 മുതൽ 15 വരെ ക്രമ നമ്പറായിരിക്കും. പാർട്ട് ബിയിൽ ചോദ്യങ്ങൾക്ക് 15 വരെയല്ലോ, അടുത്ത 16 മുതൽ 30 വരെ ക്രമ നമ്പറായിരിക്കും. പാർട്ട് സിയിൽ 31 മുതൽ 50 വരെ ആയിരിക്കും. ഇനി പേപ്പർ 2 പാർട്ട് എയിൽ 1 മുതൽ 15 വരെ, പാർട്ട് ബിയിൽ 16 മുതൽ 35 വരെ, പാർട്ട് സിയിൽ 36 മുതൽ 55 വരെ ആയിരിക്കും ക്രമ നമ്പർ. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ എന്നീ 4 മാധ്യമങ്ങളിലാണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യൂലേ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ ഏത് മീഡിയത്തിലാണുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വേണ്ടതെന്ന് അവിടെ നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു ക്ലാസ് മുറിയിൽ മൊത്തം 20 കുട്ടികളാണ് ഇരിക്കാൻ പറ്റുന്നത്.
പിന്നെ OMR ഷീറ്റിലാണ് എഴുതാനുള്ളത്. ഈ 2 പേപ്പറുകൾക്കും കൂടി ആകെയുള്ള 90 സ്കോറിൽ 63 സ്കോറോ അതായത് 70% മാർക്കോ അതിൽ കൂടുതലോ കിട്ടിയാൽ സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കും. രണ്ടിനും കൂടെ 90 മാർക്കാണ്. ഈ 90ൽ 63 മാർക്കോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഇല്ല. പ്രതിഭാധന ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പ്രതിഭാധനരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സ്ക്രീനിംഗ് ടെസ്റ്റ് രീതിക്ക് പകരം USS പരീക്ഷയിൽ ലഭിക്കുന്ന സ്കോർ അനുസരിച്ച് ഇതിലേക്കുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതാണ്. ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ സംവരണ തത്വങ്ങൾ പാലിക്കുന്നതാണ്. ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ 40 കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓപ്പൺ വിഭാഗത്തിൽ നിന്ന് 30 കുട്ടികളെ, OBCയിൽ നിന്ന് 2 കുട്ടികളെ, OEC 2, SC 2, ST 2, പിന്നെ CWSN വിഭാഗം എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും 2, അങ്ങനെ മൊത്തം 40 കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. OEC വിഭാഗത്തിൽ കുട്ടികളില്ലെങ്കിൽ ജനറൽ വിഭാഗത്തിൽ നിന്ന് ഒരാളെ കൂടി പരിഗണിക്കും. SCയിൽ കുട്ടികൾ ഇല്ല എങ്കിൽ ഉയർന്ന റാങ്ക് നേടിയ ഒരു OEC അതുമല്ലെങ്കിൽ ജനറൽ വിഭാഗത്തിലെ ഒരു കുട്ടിയെ കൂടി പരിഗണിക്കുന്നതാണ്. ST വിഭാഗത്തിൽ കുട്ടികളില്ലെങ്കിൽ ഒരു കുട്ടിയെ കൂടി SC വിഭാഗത്തിൽ നിന്നും പരിഗണിക്കും. ഈ വിഭാഗങ്ങളിൽ കുട്ടികളില്ല എങ്കിൽ ജനറൽ വിഭാഗത്തിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുന്നതാണ്. സംവരണ വിഭാഗങ്ങളിലൊന്നും കുട്ടികളില്ലെങ്കിൽ എല്ലാവരെയും ജനറൽ വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കും. നിശ്ചിത എണ്ണം വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ ആകെ മാർക്കിൽ ടൈ വരുന്ന അവസരത്തിൽ ഗണിതത്തിന്റെ മാർക്ക് ടൈ ബ്രേക്കിന് പരിഗണിക്കുന്നതായിരിക്കും. USS പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ പരീക്ഷാ ഭവനിൽ നിന്ന് നൽകുന്നതാണ്. സ്കോളർഷിപ്പ് തുക അടുത്ത അധ്യയന വർഷം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ സ്കോളർഷിപ്പ് സെൽ വഴി വിതരണം ചെയ്യും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. USS പരീക്ഷയുടെ പ്രവർത്തന കലണ്ടറാണ്. പരീക്ഷാ ഭവനിൽ നിന്നും വെബ്സൈറ്റ് ആക്റ്റീവ് ആകുന്ന തീയതി 18/12/2024, അതായത് ഡിസംബർ 18-ാം തീയതിയാണ്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വെബ്സൈറ്റ് സജ്ജമാക്കേണ്ട അവസാന തീയതി 26/12 സ്കൂൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ട തീയതി 30/12, അതായത് സ്കൂളുകാർക്കുള്ളതാണ് കേട്ടോ. രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട തീയതി 15/1. പരീക്ഷാർത്ഥികളുടെ അന്തിമ പട്ടിക AUMOർക്ക് സമർപ്പിക്കേണ്ട തീയതി 17/1. പരീക്ഷാ ഭവനിൽ നിന്ന് രജിസ്റ്റർ നമ്പറുകൾ അനുവദിക്കുന്ന തീയതി 29/1/2025. ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതല്ല, സ്കൂളുകളിൽ ചെയ്യേണ്ടതാണ്. പിന്നെ പ്രധാനാധ്യാപകൻ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ഒപ്പ് രേഖപ്പെടുത്തി സെൻറ്റർ ചീഫ് സൂപ്രണ്ടുമാർക്ക് സമർപ്പിച്ച് ഒപ്പ് വാങ്ങി അന്തിമമാക്കി പരീക്ഷാർത്ഥികൾക്ക് വിതരണം ചെയ്യേണ്ട അവസാന തീയതി 7/2 ഫെബ്രുവരി 7-ാം തീയതിയാണ്. USS സ്കോളർഷിപ്പ് പരീക്ഷയുടെ തീയതി 27/2/2025. ഇപ്പോൾ ഇതാണ് USS എക്സാമിൻ്റെ OMR ഷീറ്റിൻ്റെ മാതൃക എന്ന് പറയുന്നത്. ഇവിടെ പേപ്പർ 1 ഉണ്ട്, അതിൻ്റെ താഴെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് ഉണ്ട്. പിന്നെ മുകളിൽ കറക്റ്റ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ബബിൾസ് കറുപ്പിക്കുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റോൾ നമ്പർ, അപ്പോൾ റോൾ നമ്പർ ഏതാണോ അത് നിങ്ങളുടെ ആ ബോക്സിൽ എഴുതുക. അതിൻ്റെ താഴെ അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് ബബിൾ ചെയ്യണം. അതുപോലെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, അത് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ക്വസ്റ്റ്യനിലൊരു ബുക്ക്ലെറ്റ്, ആ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ അവിടെ എഴുതുക. അതിൻ്റെ താഴെ അത് കറക്റ്റായിട്ടുള്ള നമ്പർ ഏതാണോ അത് ബബിൾ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് A കോഡാണോ, B കോഡാണോ, C കോഡാണോ, D കോഡാണോ, ആ ഒരു സെറ്റ് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും, അത് നമ്മൾ കറുപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ലാംഗ്വേജ്, ഫസ്റ്റ് ലാംഗ്വേജ് AT നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തേക്കുന്നത് അത് ബബിൾ ചെയ്യുക. സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ ബബിൾ ചെയ്യുക. അത് മലയാളം, തമിഴ്, കന്നഡ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിലേതാണോ നമ്മുടേത് അത് ബബിൾ ചെയ്യുക. പിന്നെ മീഡിയം, നമുക്ക് മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം, തമിഴ് മീഡിയം, കന്നഡ മീഡിയം ഉണ്ട്. അതിൽ നിങ്ങളുടെ മീഡിയം ഏതാണോ അത് ബബിൾ ചെയ്യുക. പിന്നെ ജെൻഡർ, നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ അത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റിൻ്റെ നിങ്ങളുടെ സിഗ്നേച്ചറും കൊടുക്കുക. എൻ്റെ താഴെ ഇൻവിജിലേറ്ററിൻ്റെയൊക്കെ സിഗ്നേച്ചർ ഉണ്ട്, അത് അവർ കൊടുത്തോളും. അതിനുശേഷം പാർട്ട് എ ഫസ്റ്റ് ലാംഗ്വേജ് AT, ഇത് പാർട്ട് A നമുക്ക് എഴുതാം. അതായത് പേപ്പർ 1ൻ്റെ OMR ഷീറ്റാണ്, പേപ്പർ 2ന് വേറെ OMR ഷീറ്റാണ് കേട്ടോ. അപ്പോൾ പാർട്ട് എയിൽ നമ്മൾ കൊടുക്കാനുള്ള നമ്പേഴ്സ് ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ട്. അതിലേതാണോ A കോഡ്, B, C, D ഇതിലേത് ഓപ്ഷനാണോ ശരി അത് ബബിൾ ചെയ്യുക. അതുപോലെ പാർട്ട് B, പാർട്ട് Cയിലും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പേപ്പർ 1 കഴിഞ്ഞു. ഇനി അടുത്തത് പേപ്പർ 2. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു എക്സാം, പേപ്പർ 2ൻ്റെ എക്സാം. പേപ്പർ 2ലും നേരത്തെ കൊടുത്തതുപോലെ കാൻഡിഡേറ്റ് നെയിം നിങ്ങൾ ആ കറക്റ്റ് ബോക്സിൽ ഇങ്ങനെ കൊടുക്കുക. നിങ്ങളുടെ ഇനിഷ്യൽ എഴുതുമ്പോൾ ഒരു കോളം വിട്ടിട്ട് ഇനിഷ്യൽ എഴുതുക കേട്ടോ. ഒരു കോളം വിട്ടിട്ടാണ് നമ്മൾ ഇനിഷ്യൽ എഴുതാനുള്ളത്. പിന്നെ നിങ്ങളുടെ പേര് ഇപ്പം എന്താണ്, ദേവപ്രകാശ്, അപ്പം ദേവ എന്നെഴുതുക. ഒരു
ഇത് വിടുക, ഒരു കോളം വിടുക, ദെൻ പ്രകാശ് എന്ന് എഴുതുക. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ നിങ്ങളുടെ പേര് ശരണ്യ എസ് എന്നാണെങ്കിൽ ശരണ്യ എന്ന് എഴുതുക, ഒരു കോളം വിടുക, ദെൻ എസ് എന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കണം. ഇനി റോൾ നമ്പർ നേരത്തെ പറഞ്ഞതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ പാർട്ട് എ ഇംഗ്ലീഷാണ്, പാർട്ട് ബി ബേസിക് സയൻസ് ആണ്, പാർട്ട് സി സോഷ്യൽ സയൻസ്. ഇവിടെ ഇത് മാർക്ക് ചെയ്യുമ്പോൾ സെറ്റ് ഏതാണ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ സെറ്റ് ഉണ്ടല്ലോ, എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അത് അവിടെ ബബിൾ ചെയ്യുക, മീഡിയം ഏതാണോ അത് ബബിൾ ചെയ്യുക, ജെൻഡർ ബബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കുക, പിന്നെ പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി അതൊക്കെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ.